സഹൃദയൻ സേതുവിൻ്റെ ചെറുകഥയെയും രാമണിയുടെ കവിതയെയും ആസ്പദമാക്കി പ്രിയന്ത രചിച്ച നാടകം സംസ്കൃതി ന്യൂസ് അലാത്ത യൂണിറ്റ് അവതരിപ്പിക്കുന്നു. സമയം അനുഗ്രഹിച്ചാൽ ഒരു തവണ ഉണ്ടായിരുന്നു ക്ലോക്ക് നിന്നപ്പോഴേ. അതൊന്നും സാരില്ല അച്ഛാ, ക്ലോക്ക് നമുക്ക് നന്നാക്കാം. അറിയാതെ പോയതാ. അച്ഛൻ എന്തിനാ വിഷമിക്കുന്നത്? അച്ഛന് ഞാനില്ലേ, ഇവിടെ നിൽക്കും, ഞാനിപ്പോ വരാം. ക്ലോക്ക് നിന്നപ്പോഴേ അറിയാതെ പോയതാ. എന്തൊക്കെയാണാവോ, ആരൊക്കെയാണാവോ. ഈശ്വര ഈശ്വര ഭഗവാനെ കാത്തുകൊള്ളേ. എന്തൊക്കെയാണ് ഏതൊക്കെയാണ് ഭഗവാനെ ഈശ്വര. അച്ഛാ ഓ ആ മുണ്ടൊന്ന് മാറി.
ഭഗവാനെ കാത്തോളണേ, ഭഗവാനെ കാത്തോളണേ. ഈശ്വര ഈശ്വര, എന്തൊക്കെയാണ് ആരൊക്കെയാണ് എന്തൊരു വിധിയാണ്. സാരില്ല അച്ഛാ, ഒരു പ്രാവശ്യം ഉണ്ടായിരുന്നോടാ. ഒന്നും സാരില്ലെന്നേ. കഴിഞ്ഞു. ക്ലോക്ക് നിന്നപ്പോഴേ ഞാൻ അന്നേ പറഞ്ഞ നിന്നോട് ആ ക്ലോക്ക് ഒന്ന് നേരെയാക്കണ. ക്ലോക്ക് വേഗം റെഡിയാക്കാം അച്ഛാ. അച്ഛൻ വിഷമിക്കാതിരിക്കൂ. ഓ മതിയടാ, മതി. ഈ മുണ്ടൊന്ന് മാറ്റിയെടുക്കും. പിടിക്ക്. മോനെ, ഓ ആ നീ ആ രാമായണം ഒന്ന് എടുത്തു പോയി വാങ്ങി. ഇതൊന്ന് വൃത്തിയാക്കട്ടെ അച്ഛാ. മതിയടാ, അച്ഛൻ പറയണത് കേൾക്ക. ഓ ആ രാമായണം ഒന്ന് എടുത്തു വെച്ച് വായിക്കും. കഴിഞ്ഞു. വെക്കണ്ടല്ലടാ മോനെ. മേലോട്ടും കീഴോട്ടും ഇല്ലാതെ ഒരു മട്ടിൽ തൊണ്ടയിൽ തീക്കട്ട കുടുങ്ങിയും കൺ തുറക്കുമ്പോൾ തലച്ചോറിലെ കുട്ടിച്ചുല്ലു തകർന്നു വരികയും ഒരാൾ ചുവടുവയ്ക്കുമ്പോൾ ചുറ്റും നിലാവിളികൾ വിലപ്പവൻ പരാജയമെന്തെന്നറിഞ്ഞില്ലാത്തവൻ പിന്നൊരാൾ. ഇവർ തമ്മിലാകുന്നു മത്സരം. രാമായണം തന്നെ അച്ഛ. അച്ഛൻ എന്തിനീ വിഷമിക്കണേ? ആ ക്ലോക്ക് നമുക്ക് നന്നാക്കേ. രാമായണം രാമായണമല്ലോ ഇത്. എനിക്ക് തെറ്റിയതാണ്. ഇടയിലുണ്ടൊരാൾ ദുഷ്ടജന സംസർഗഭാവവും ശിഷ്ടജന വിരോധവും നേടിയ ദുർത്തുപുത്രൻ. തിരിച്ചെത്തി നിൽക്കുന്നു കുറ്റബോധ ചുമടേറ്റിയ ശിരസുമായി. ഗുരുവായൂരപ്പ കാക്കണേ. ഈ ക്ലോക്കേ ഇത് ഇന്ന് തന്നെ അല്ല പെട്ടോടെ കൊണ്ട് റെഡിയാക്കാം. നല്ല ശരിയോളൂ.
ഇപ്പൊ ഒന്നാമത് പെട്ടെന്ന് പെട്ടെന്ന് റെഡിയാക്കിത്താ. ഒന്ന് റെഡിയാക്കിത്താന്നേ. എന്താ മാഷെ, നിങ്ങളാണെങ്കിലും ഈ പുണ്യപുരാതന ജാമ്പവാന്റെ ക്ലോക്ക് കെട്ടിച്ചൊന്നുകൊണ്ട് നടക്കോ? അങ്ങനെ പറയല്ല എന്റെ പേട്ടാ. ഒന്ന് നോക്ക്, എങ്ങനെയെങ്കിലും ഒന്ന് റെഡിയാക്കിത്താ. ഒന്ന് റെഡിയാക്കാ എന്റെ പേട്ടാ. എടുക്കപ്പെടാ എന്താ ധൃതിയാ എനിക്ക് നോക്കാം. എപ്പോഴും ഒരു വിധം വയ്യാക തന്നെ. ചിലപ്പോ ഏങ്ങൽ, ചിലപ്പോ ഒരു വലിവ്, ചിലപ്പോഴേ തൂറ്റല്. എന്താ മാഷെ, ആ ഒരു കാര്യം പറയാം. എന്താ ആരെങ്കിലും വിളിച്ച് ഒരു ചെവിച്ച ചരണം എടുക്കട്ടെ. എന്നെ പണിത് കൊണ്ട് ആണ്ടപ്പന്റെ കൈ കഴിച്ചിരിക്കണം. ഏതോ മുജന്ന വർണ്ണം പോലെ ഇതെന്നെ വിടാതെ കൂടിയിരിക്കുക. മാഷ് വിശ്വസിക്കില്ലെന്നറിയാം. ഇതേ നിന്നെ കാണുമ്പോഴേ അതുപോലെ പേടിയാ. ഇതെന്നെ കൊണ്ട് എപ്പോഴെന്നാ തോന്നുന്നത്? അങ്ങനെ പറയല്ല എന്റെ പേട്ടാ. ഈ ക്ലോക്കും അച്ഛനും എനിക്കും ഒരേപോലെയാ. അതിന്റെ അടുപ്പം അതാണ് പെട്ടെന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല. എന്തൂട്ടടുപ്പായാലും മാഷെ, ഈ സാധനത്തെ കാണുമ്പോഴേ ആന്തപ്പിനുള്ളിൽ എന്തോ ഒരു ഇതാ. കഴിഞ്ഞ ജന്മത്തിൽ നിന്ന് തെറിച്ച് വീണ ജീവനിങ്ങനെ വറ്റി വറ്റി എന്തോ ഒരു സാധനം ഇതിപ്പം ജീവൻ വെച്ച് എന്തോ ഒരു സ്വരൂപമായി. മാഷ വിശ്വസിക്കുന്നതറിയാം, എന്നാലും പറയാം. ആന്തപ്പിന് പറയാനൊക്കെ വയ്യ. ഒരു സാധാരണ യന്ത്രമല്ല, ഉറപ്പാണ്. ക്ലോക്കും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് അറിയാം? എന്താ അറിയില്ല, ഞാൻ പറഞ്ഞത്. രാത്രി നിങ്ങളെല്ലാരും ശരി അനക്കോ ഒന്നും ഇല്ലാണ്ടാവും. ഈ ജീവി അച്ഛനോട് സംസാരിക്കും. കാലാകാലങ്ങളായി അവർക്ക് മാത്രം മനസ്സിലാകുന്ന ഭാഷ. അവര് തമ്മിൽ കാണാൻ വർത്താനം പറയണതും ചിരിക്കുന്നതും തമ്മിൽ തൊല്ലണതും ഒന്നും നിങ്ങൾക്കാർക്കും അറിയാൻ കഴിയില്ല. കാരണം അത് അവരുടെ ഭാഷ.
കാലത്തിന്റെ വാശി. പക്ഷെ ഒരു കാര്യം മാഷോർത്തോ, ഈ ടൗണിൽ സമയത്തെ കുറിച്ച് പറയാൻ ആലപ്പന് മാത്രമേ കഴിയൂ. മാഷൊന്നും പറയണ്ട. അല്ലെങ്കിലേ ഞാനൊരു സൂത്രം പറഞ്ഞു. എന്താ? മാഷൊരു കാര്യം ചെയ്യും. പോകുന്ന പരദേവതകളെ നല്ലതുപോലെ മനസ്സിൽ കാണിച്ചു. ഈ സാധനത്തിനെടുത്ത് ഇതിന്റെ തോട്ടോട്ടെ കയറി കൊടുത്ത് നീ പറ. പാലത്തെ കയറിയപ്പോഴേ സൈക്കിൾ ചെയ്ത് വീണാന്ന് പറഞ്ഞാൽ മതി. അതെ. എന്നിട്ട് അങ്ങാടി പോയി ഐശ്വര്യമായിട്ട് ഒരു പുതിയ കോഴ്സ് വാങ്ങിക്കേ. മാഷ അത് എന്ന് പറഞ്ഞ് നേരം കളയണ്ട. ഇത് നമ്മളാരും കൈകാര്യം ചെയ്യുന്ന സാധനം ഏതോ പഴുപ്പുള്ള മുജ്ജന്മത്തിൽ തോന്നുന്ന പാർട്ടിയാണ്. അച്ഛൻ സമ്മതിക്കില്ല. അച്ഛനെ അച്ഛനതിന് മറുപടി കേൾക്കണം. അച്ഛനതിന് മറുപടി കേട്ട പറ്റുമല്ലോ. അതിന് അടിക്കുന്ന കോഴ്സ് കിട്ടുമല്ലോ. അടിക്കുന്ന മാത്രമല്ല, പാട്ട് പാടുകയും കൂവി വിളിക്കുകയും ചാടി തുള്ളുകയൊക്കെ ചെയ്യുന്ന പല തരത്തിലുള്ള. ശരിയാ, തറവാടിത്തം അല്പം പറയും. എന്നാലും ഇപ്പൊ കാര്യം നടക്കല്ലേ വേണ്ട മാഷേ. അതൊന്നും വേണ്ട അല്ലപ്പേട്ട. ഇതെങ്ങനെയും ഒന്ന് വേഗം റെഡിയാക്കിത്താ. എത്ര കാലമായി ഞാൻ ഈ പണി ചെയ്യുന്നു. ഇതിനെ പണ്ട് പണിത് ആനപ്പന് വയ്യാണ്ടായിരിക്കുന്നു. ഇതിന്റെ ഭാഗവും വേദനയും ഒന്നും നിങ്ങൾക്ക് മനസ്സിലാവില്ല. എന്റെ പേട്ടന് വയ്യെങ്കിൽ വേണ്ട. ഞാൻ അച്ഛനോട് എന്തെങ്കിലും പറഞ്ഞു. മാഷേ, വേണ്ട മാഷേ, ഞാൻ ചെയ്യും. ഞാൻ തന്നെ ചെയ്യും. ഞാൻ ജനിച്ചത് ഇതിനു വേണ്ടി തന്നെ. ഗുരു കാരണങ്ങളുടെ അനുഗ്രഹത്താൽ ഈ പണി ചെയ്യുന്നത് ഇതിനു വേണ്ടി തന്നെ ആയിരിക്കും. ആവുന്നിടത്തോളം കാലം ആവാം. അത്ര തന്നെ.
കഴിക്കട്ടെ നമുക്ക്. എഴുന്നേൽപ്പ് വച്ചാ എന്തൊരു കിടപ്പഴം. വരൂ, പറഞ്ഞു. കുറച്ചും കൂടി കുടിക്കും അച്ഛാ. കുറച്ചും കൂടി അവിടെ കുടിക്കും. സമയം എത്രയാടാ? 9 മണി കഴിഞ്ഞു. നല്ല ഇരുട്ടായതുപോലെ. അച്ഛനെന്തേ നേരക്ക് വെളുത്തു. ഞാൻ ഈ ജനലൊന്ന് തുറന്നിട്ട് വേണ്ട, തണുത്ത കാറ്റ്. ഞാനേ ഒന്ന് ടൗണിൽ പോയിട്ട് വരാം. എന്താടാ? ഞാനൊന്ന് ടൗണിൽ പോയിട്ട് വരാം അച്ഛാ. എപ്പോ വരും? വേഗം വരാന്നേ. അപ്പോഴേ അച്ഛന് സമയം അറിയാനും ക്ലോക്ക് ഞാൻ നന്നാക്കാൻ കൊണ്ടുപോണ്ട്. അതെയോ? ഓ, ഇടയ്ക്കിടയ്ക്ക് എനിക്കതിന്റെ ഒച്ച കേൾക്കാം. പിന്നെ എപ്പോഴുമുള്ള തെക്കേ എന്നുള്ള ആ ശബ്ദം ചിലപ്പോ എന്റെ നെറ്റിന്റെ ഉള്ളിൽ അവന്ന് തോന്നിപ്പോ. അത് നോക്കുമ്പോ എന്റെ ഒരു ഒച്ച അനുഭവം പോലെ. അതൊക്കെ അച്ഛന് തോന്നല അച്ഛാ. അല്ല, ക്ലോക്ക് സമയം അറിയാൻ വേണ്ടി മാത്രമുള്ളതല്ലെന്ന് വെച്ചു. അതിന്റെ ഒച്ച കേൾക്കുമ്പോ സമയം കടന്നു പോവാനുണ്ടോ എന്നുള്ള ബോധം കൃത്യമായിട്ടുണ്ടാവും. ചിലപ്പോ ഇത്തിരി പേടി തോന്നാറുണ്ട് അച്ഛൻ. അച്ഛന്റെ ഓരോ തോന്നലാന്നേ. അല്ലടാ, ഓരോ തവണ പഠിക്കുമ്പോഴും എനിക്ക് ഇത്തിരിയും കൂടി പ്രായം കൂടി വരികയാണല്ലോ എന്ന്. ഈ പ്രായത്തില് അതൊരാശ്വാസമാവേണ്ടതാണ്. മരണത്തോട് അത്ര കണ്ടെടുക്കാന്ന് വെച്ചാ ആശ്വസിക്കേണ്ടതല്ലേ? ഒരു പക്ഷേ മായയുടെ കെട്ടല്ലേ ആയിരിക്കും. എത്രയായാലും പോരാ മോഹം. ഒരു കാച്ചിന് കൊള്ളാണ്ടായി എന്നുള്ള ബോധമുള്ളിലുണ്ടെങ്കിലും പോരാ സംസാരിക്കണ്ട എന്റെ അച്ഛ. ഭഗവാനെ, എന്തിനു വേണ്ടിയാണാവോ? ആർക്കറിയാം. ഓർത്തു നോക്കുമ്പോ തമാശ, കേൾക്കണോക്കെ നല്ല രസായിരിക്കും. ആ ക്ലോക്കിന്റെ ആയുസ് കഴിഞ്ഞുന്നാണ് നമ്മുടെ ആണ്ടപ്പേട്ടൻ പറയുന്നത്. പല തവണയായിട്ട് അതിന്റെ പാർട്സ് കുറെ മാറ്റിയിട്ടുണ്ടേ. കഴിഞ്ഞ തവണ കൊണ്ടു ചെന്നപ്പോ എന്താ പറഞ്ഞെന്നറിയോ? എന്താ പറഞ്ഞു? ഇനി ഈ ജന്മത്തില് കൈയോട് തൊടില്ല എന്നാണ് പറയുന്നത്. അയാൾ അങ്ങനെ പറഞ്ഞു. അങ്ങനെ പറഞ്ഞു അച്ഛാ. എന്താ പോയാള് അങ്ങനെ പറയാൻ കാരണം? കാശ് കൊടുത്ത അങ്ങാടി പുതിയൊരെണ്ണം വാങ്ങിക്കാൻ പറ്റും. നേരെ അങ്ങനെയാ ചെയ്യാൻ ആവുന്നോടത്തോളം അതിനെ നോക്ക്, ചികിത്സിക്ക, ശുശ്രൂഷിക്ക, മുറിച്ചു മാറ്റലും മാറ്റിവെക്കലും കൂട്ടിച്ചേർക്കലും അങ്ങനെ എന്തൊക്കെ ചെയ്യാം. ഒരാളെ കൊണ്ട് പറ്റില്ലെങ്കിൽ വേറൊരാളെ കൊണ്ട് പോയി കാണിക്കും. അങ്ങനെയൊക്കെല്ലേടാ മോനെ അതിന്റെ ഒരു അച്ഛാ, ഇനി ഈ ടൗണിൽ കാണിക്കാൻ
വേറെ ഒരാളില്ല. നമ്മുടെ ആണ്ടപ്പേട്ടൻ തന്നെ ഭേദം. അയാളോട് എന്റെ മോനൊന്ന് പറഞ്ഞു, എന്റെ കാലം കഴിയണ വകയെങ്കിലും ഈ ക്ലോക്കിന് ആയുസ് തരണമെന്ന് എന്റെ മോനൊന്ന് അപേക്ഷിക്ക്. ഒരു നിമിഷം കൂടി കൊണ്ടു ഞാൻ മരിക്കണം. ഈ ക്ലോക്ക് വെക്കണം ഒരുമിച്ച് തന്നെയായിരിക്കും. ബ്രഹ്മാവന്യാണല്ലോ. എന്തെങ്കിലും ഒരു വഴി കാണാതിരിക്കോടാ. അച്ഛൻ വിഷമിക്കാതിരിക്കാച്ച, ഞാൻ പറഞ്ഞു നോക്കാം. ശരിയാവുമെന്ന് എനിക്കറിയില്ല. ശരിയാവാതിരിക്കില്ല, ശരിയാവാതിരിക്കില്ല. ഈ ക്ലോക്ക് നിൽക്കുമ്പോ അച്ഛനും അതിന്റെ കൂടെ മരിക്കണമെന്ന് അയാളോട് പറയും. എന്നാൽ മുഴുവനായിട്ട് അങ്ങോട്ടാവുന്നു. അതാവശ്യം. നാരായണ എന്താ ആണ്ടപ്പേട്ട കാര്യം? ഇതിനെ കാണുമ്പോഴേ അവന്റെ പേടിയാണ്. ആണ്ടപ്പേട്ട, അച്ഛന്റെ കാര്യം ആണ്ടപ്പേട്ടൻ അറിയാലോ. ഇത്തവണ കൂടി ആണ്ടപ്പേട്ടൻ എന്നൊന്ന് സഹായിക്കേ. ഇതോട് കൂടി മതിയാവുന്ന തോന്നണം. ഇല്ല, കഴിഞ്ഞ തവണ മാഷി തന്നെ എന്നോട് പറഞ്ഞത്. അന്ന് അവസാനോട് ഞാൻ എന്താ പറഞ്ഞെന്ന് ഓർമ്മയുണ്ടല്ലോ. അതൊക്കെ ശരിയാണ്. മനുഷ്യന്റെ ആയുസിന്റെ കാര്യമല്ലേ ആണ്ടപ്പേട്ട, അത് നമ്മുടെ കയ്യിലൊന്നും അല്ലല്ലോ. എല്ലാവർക്കും അതിൻ്റെതായ തക്കം സമയമൊക്കെ ഇല്ലേ എന്റെ ആണ്ടപ്പേട്ട? എന്ന് വെച്ച് ഞാനെന്തോട് മാഷെ, ഓരോ ജോലിക്കും അതിൻ്റെതായിട്ടുള്ള ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ട്. ഈ ചത്തകൾക്ക് ജീവൻ കൊടുക്കാം. ഇനി ആണ്ടപ്പനെ കൊണ്ടാവില്ല. ആണ്ടപ്പേട്ടൻ ബ്രഹ്മാവാണ് അച്ഛൻ പറയണ. ഞാനോ ബ്രഹ്മാവോ? ആണ്ടപ്പം ബ്രഹ്മാവോ അല്ല, ഒരു ഒട്ടുമാവ് പോലും അല്ല. എന്തായാലും ഈ പണി ഇനി ഞാൻ ചെയ്യും. ആശുപത്രിയില് ഡോക്ടർമാർ ചില കേസുകളൊക്കെ നടക്കാറില്ലേ? ഇത് അതുപോലെ നമ്മൾ കരുതിയാൽ മതി. പിന്നെ മാഷ് ഒരു കാര്യം, ഈ ആണ്ടപ്പം മടക്കിയ കേസ് ഈ ടൗണിൽ ബിഗ് ബൻ കമ്പനികൾ കൂടെ അത് ഉറപ്പാ. ആണ്ടപ്പേട്ട, എന്നെ ഇത്തവണയ്ക്ക് കൂടി ഒന്ന് സഹായിക്കും. ഒന്നുകൂടി ഒന്ന് നോക്കാം. ഞാനിനി വരില്ല, സത്യം. വെറുതെ നിന്ന് നേരം കഴിയണ്ട മാഷ്. മാഷ് കൊടുക്കുക. ഞാൻ അന്നേ പറഞ്ഞല്ലേ, കൂട്ടിയെ സാധനം. എന്നാലും ഒന്നുകൂടി ഒന്ന് നോക്കാം ആണ്ടപ്പേട്ട. കയ്യിലുള്ള കരുക്കളൊക്കെ ഇതിന്മേ പിടിക്കാണ്ടായി. ഇതിനെ കാണുമ്പോഴേ ആണ്ടപ്പന് പേടിയാവാണ്. ആണ്ടപ്പേട്ട, എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് സഹായിക്കാം ആണ്ടപ്പേട്ട. ഒന്നുകൂടി ഒന്ന് നോക്ക്. വേണ്ട മാഷെ,
മാഷ് കൊണ്ടുപോയിക്കോളൂ, ഞാൻ കൂടി സഹായിക്കാം. എന്താ അച്ഛാ? സമയം എത്രയായി? 11:30 കഴിഞ്ഞു. കൊടുത്തില്ലേ? കൊടുത്തു, എടുത്തില്ല, പറ്റില്ല എന്ന് പറഞ്ഞു അവര്. ആന്റെ പൊന്മടുത്തൂല്ലേ? ശരിയാണ്, ഒരു കാലത്ത് എല്ലാവർക്കും അടുക്കും ഞാനും ഒക്കെ ഉണ്ടായി. സാരില്ല അച്ഛാ, നമുക്ക് പുതിയൊരു ക്ലോക്ക വാങ്ങാം, ഒരു കോഴ്സ് അടിക്കണത് സമയവും കൃത്യമായിരിക്കേ. വേണ്ട, എന്താ ആണിയിലെ ഇനി ഒരു പോക്ക് വേണ്ട. ആണി അത് നമുക്ക് വേണമെങ്കിൽ മാറ്റിയടിച്ച പോരെ? വേണ്ട. എന്താ ഇപ്പൊ ചെയ്യാ? അപ്പൊ സമയം അറിയാനോ? സമയം അറിയണ്ടെന്ന് വെച്ചാ പോരെ. അച്ഛൻ എന്ത് കുട്ടികളെ പോലെ? ഞാനിപ്പോ ഒരു ചെറിയ കുട്ടിയുണ്ട്, 2ാം പാലല്ലേ എന്റേത്. എന്റെ പറഞ്ഞത് നേരം ആദ്യം ഒന്നുമില്ലാതെ പോകണം. ഈ സമയത്തെ പിടിച്ചു നിർത്താൻ നമ്മളാരെങ്കിലും കൂട്ടിയാക്കൂടൂ? പിന്നെ അതിനെ അളക്കാനും മുറിച്ചിടാനും ഒക്കെ നോക്കുന്നത് വിവരക്കേട് തന്നെയാണ്. അതോടൊപ്പം തൊഴിൽ തന്നെയാണ്. എവിടെയെങ്കിലും ചെല്ലുമ്പോൾ ഏതെങ്കിലും കരയ്ക്ക് അതാണ് തന്നെ. അച്ഛാ, 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 അതേ വരെ